കേരളത്തിൻ്റെ ഒരു എന്താ പറയുക മുൻകാല ജീവിതം എങ്ങനെയായിരുന്നു മനുഷ്യൻ ചരിത്രം അത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാറുണ്ട്. കൂടുതലായിട്ട് ഓരോ നാട്ടിലും ആ നാട്ടിൻ്റെ പേരെങ്ങനെ വന്നു, ആ നാട്ടിൽ എങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം, അതെല്ലാം മനസ്സിലാക്കാറുണ്ട്. ഓരോ വിഭാഗം ആൾക്കാരുടെ ജീവിതം എന്തായിരുന്നു, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നമ്മുടെ സാധാരണ ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു, അങ്ങനെ ഇതെല്ലാം വായിക്കുന്ന നമ്മുടെ ഒരു മുൻ തലമുറയെ നമ്മൾ അറിയണമല്ലോ. അതോടൊപ്പം തന്നെ ലേഖനങ്ങൾ എഴുതാറുണ്ട്. ഇപ്പോൾ കുറവാണ്. ലേഖനങ്ങൾ എഴുതാറുണ്ട്. അതിൽ മനോജ് മാതിരപ്പള്ളി എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം വഴി ഒരു ബുക്ക് മഷിത്തണ്ട് എന്നൊരു ബുക്ക് ഇറങ്ങിയിരുന്നു. നാടൊക്കെ വീട്, നാട്ടുകാരൊക്കെ വീട്ടുകാർ എന്ന് പറയാറുണ്ട്. ആതുര സേവന രംഗത്ത് കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി ഇടുക്കിക്കാരനായി മാറിയ പ്രിയപ്പെട്ട പ്രശാന്ത് ഡോക്ടറാണ് ഇന്ന് നമ്മുടെ സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത്. സാർ നമസ്കാരം. അങ്ങ് ഇപ്പോൾ പാമ്പാടുംപാറയിലെ അങ്ങയുടെ വീടിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മളെ അഭിമുഖത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തിലേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പുറത്തും അകത്തും കാഴ്ചവട്ടങ്ങളാണ്. അകത്തേക്ക് എത്തുമ്പോൾ ഒരു മ്യൂസിയത്തിലേക്കാണോ എത്തുന്നത് എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള പൗരാണികമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ, ഒട്ടേറെ വസ്തുവകകൾ. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അങ്ങ് ഇത്തരം കാര്യങ്ങളോടുള്ളൊരു താല്പര്യം എത്ര വർഷം മുമ്പായിരുന്നു? ഞാൻ ഈ പുരാതന വസ്തുക്കൾ ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒരു ഗിഫ്റ്റാണ് കിട്ടുന്നത്. ഒരു പുരാവസ്തു ഒരു ഗിഫ്റ്റായിട്ട് ഒരാൾ തന്നു. സോ അതിൽ നിന്നും എനിക്കൊരു കൗതുകം വരികയും പിന്നെ അതിനുശേഷമാണ് ഞാൻ എൻ്റെ എല്ലാ മാസമുള്ള ശമ്പളത്തിൽ നിന്നൊരു നിശ്ചിത വിഹിതം, അത് കുറച്ച് ബുക്സൊക്കെ വാങ്ങിക്കാൻ ഉപയോഗിക്കും, കുറച്ച് പഴയ റേഡിയോ, നാണയങ്ങൾ, പിന്നെ പൗരാണികമായ എല്ലാ വസ്തുക്കളും, അങ്ങനെ പ്രത്യേകിച്ച് ഇതില്ല, മിക്കവാറും കിട്ടുന്ന എല്ലാം മേടിക്കാറുണ്ട്. ചിലർ ഇത് അറിഞ്ഞിട്ട് പലരും വിളിച്ച് എനിക്ക് ഫ്രീ ആയിട്ട് തരാറുണ്ട്. കുറച്ച് ഭാഗം ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പിന്നെ ചില കടക്കാരിലെ സാധനങ്ങൾ വരപ്പോൾ അവരെന്നെ വിളിക്കും, സാർ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. അതെ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളോടാണോ അല്ലെങ്കിൽ എല്ലാ സാധനവും ഇലക്ട്രോണിക്സ്, റേഡിയോ, ടേൺ ടേബിൾസ്, പിന്നെ ഗ്രാമഫോൺ, പിന്നെ വിളക്കുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും. അപ്പോൾ തികച്ചും വ്യത്യസ്തനായ ഒരു ഡോക്ടറാണ് പ്രശാന്ത് ഡോക്ടർ. അങ്ങ് പാമ്പാടുംപാറയിലാണ് ആദ്യം ഔദ്യോഗികമായിട്ട് സേവന രംഗത്തേക്ക് കടന്നു വന്നത്. പക്ഷേ ഇടുക്കിയിലെ പല ഭാഗങ്ങളിലും അങ്ങ് ഡോക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടല്ലേ? ഔദ്യോഗികമായിട്ട് സർവീസിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട്? ഇല്ല, ഞാൻ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. എൻ്റെ നാട് തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് സമീപ പ്രദേശങ്ങളിലുള്ള സ്വകാര്യ ആശുപത്രികളിലായിരുന്നു ആദ്യകാലങ്ങളിൽ ജോലി ചെയ്തിരുന്നത്. സർക്കാർ സർവീസ് വന്നപ്പോഴാണ് പാമ്പാടുംപാറയിലാണ് ആദ്യമായിട്ട്. ഇപ്പോൾ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പാമ്പാടുംപാറ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിയത്? ഞാൻ ഏകദേശം 7 വർഷത്തോളം പാമ്പാടുംപാറ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉപരിപഠനത്തിനായിട്ട് തൃശ്ശൂരിലേക്ക് പോകുകയുണ്ടായി. തിരിച്ച് വീണ്ടും പാമ്പാടുംപാറയിൽ തന്നെ പറയാം, തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് 4 വർഷം സേവനം അനുഷ്ഠിച്ചിരുന്നു. അതായത് മുണ്ടേരിമ, ഞങ്ങളുടെ നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെയായിരുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ച് അടുത്ത ട്രാൻസ്ഫർ പാമ്പാടുംപാറയിലേക്ക്. അങ്ങയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തെളിയുന്ന കുറേ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ഉരുൾപൊട്ടൽ, അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങ് ഒരു ഫോറൻസിക് സർജൻ എന്നുള്ള നിലയ്ക്ക് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ ഓടിയെത്തും. അങ്ങനെ ഒരുപാട് സങ്കട കാഴ്ചകൾ കാണേണ്ടി വരും. പക്ഷേ അവിടെയെല്ലാം മറ്റുള്ളവർക്കും ബന്ധുക്കൾക്കും എല്ലാം സാന്ത്വനം കൊടുത്തുകൊണ്ട് ആ ജോലികൾ ചെയ്യേണ്ട അവസ്ഥ ഇപ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും പലപ്പോഴും ആകസ്മികമായിട്ടായിരിക്കും ഈ ദുരന്തങ്ങൾ വന്നാൽ വെളി വരുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നിയോഗിക്കും, ഇന്ന സ്ഥലത്തേക്ക് നിയോഗിക്കുകയാണെങ്കിൽ ഞാൻ മാത്രമല്ല, എൻ്റെ അതേപോലെ ഫോറൻസിക് സർജൻ വേറെ ഉണ്ട്. പിന്നെ ഞങ്ങളെ സഹായിക്കുന്ന നോർച്ചറി ടെക്നീഷ്യനും മിസ്റ്റർ പ്രഭു, അദ്ദേഹം കട്ടപ്പന ലാബ് ടെക്നീഷ്യനാണ്. ഇപ്പോൾ പണ്ട് ഫോറൻസിക്കിൽ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹം. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് ടീമുണ്ട്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീം. അപ്പോൾ ഞങ്ങളവിടെ എത്തുകയും പിന്നെ എപ്പോഴാണോ ബോഡി കിട്ടുന്നത്, അതാണ് അതിലൊരു ഇന്ന നമുക്ക് ടൈം പീരീഡോ സൗകര്യങ്ങളോ എല്ലാം ആ ലഭിക്കുന്ന സൗകര്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞു പോവുക. ആ ലഭിക്കുന്ന സൗകര്യം കൊണ്ട് നമ്മൾ ഡ്യൂട്ടി പരമാവധി ഭംഗിയായി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഒടുവിൽ പെട്ടിമുടി 13 ദിവസം അവിടെ തങ്ങേണ്ടി വന്നു. 13 ദിവസം തങ്ങേണ്ടി വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പല മൃതശരീരങ്ങളും മണ്ണിനടിയിൽ പൂണ്ടുപോയി. അത് പുറത്തെടുക്കുന്ന സമയത്തെല്ലാം ഡോക്ടർ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാൽ പോലും അത്തരം സേവന സന്നദ്ധമായിട്ടുള്ള ചില മുഹൂർത്തങ്ങൾ, അതിനപ്പുറത്ത് തോട്ടം മേഖലയിൽ സേവനം ചെയ്യുമ്പോൾ വളരെയേറെ നിസ്വരായ മനുഷ്യർ അങ്ങയുടെ സേവനത്തിന് വേണ്ടിയിട്ട് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ഈ പാമ്പാടുംപാറയിലേക്ക് അല്ലെങ്കിൽ മുണ്ടിയരുമയിലേക്കൊക്കെ ഓടിയെത്തുന്ന ഒരു കാര്യമുണ്ട്. തോട്ടം മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി അങ്ങ് എങ്ങനെയാണ് അനുഭവിക്കുന്നത്? തോട്ടം മേഖല മാത്രമല്ല, കൃഷിക്കാരാണ് ഇവിടെ കൂടുതലുണ്ട്. കൃഷിക്കാർ, കച്ചവടക്കാർ, പിന്നെ ഒരു കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാർ തന്നെയാണ് തൊഴിലാളികൾ 100%.
കാരണം ഇവിടെ അങ്ങനെ മുതലാളിമാർ എന്ന് പറയാനില്ല, വലിയ പ്ലാന്റേഷൻ അങ്ങനെയില്ല. അവർ തന്നെയാണ് അവരുടെ കൃഷി മാക്സിമം, അവർക്കെല്ലാം കൃഷി, ഈവൻ ഈ തൊഴിലാളികൾക്ക് നന്നായിട്ട് അവർക്കറിയാം, കൃഷിയുടെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അവർ കൃഷിക്കാർ തൊഴിലാളികളുമാണ്, അതേസമയം മുതലാളിയുമാണ് എന്ന് തന്നെ പറയാം. പിന്നെ തൊഴിലാളികളും വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് സർക്കാരിൻ്റെ സേവനങ്ങൾ ലഭിക്കുന്നു. രണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ആർദ്രം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗവൺമെൻറ് ആശുപത്രികളും നവീകരിക്കുകയും അതിൽ പലതും നാഷണൽ ക്വാളിറ്റിക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഉടുമ്പൻചോല, ഇപ്പോൾ KP കോളനി ആശുപത്രി അടുത്ത് തന്നെ അത് നേടും. ഇനി അടുത്ത ലിസ്റ്റിൽ ഞങ്ങളുടെ ആശുപത്രിയും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മികച്ച സേവനങ്ങൾ, അതായത് സ്വകാര്യ മേഖല എങ്ങനെ കൊടുക്കുന്നു അതുപോലെ തന്നെ മികച്ച സേവനങ്ങൾ, മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് ജനങ്ങൾക്ക് തീർച്ചയായും സന്തോഷപ്രദമാണ്, എല്ലാവർക്കും സംതൃപ്തി നൽകുന്നുണ്ട് ജനങ്ങൾക്ക്. പിന്നെ അതിനേക്കാൾ പലപ്പോഴും അറിയാലോ, ഏലത്തിൻ്റെ വില അനുസരിച്ചാണല്ലോ ഹൈ റേഞ്ചിൻ്റെ ഈ ഭാഗത്തെ ജീവിതം. അപ്പോൾ പലപ്പോഴും വില കുറയുന്ന അവസരങ്ങൾ അവർക്ക് വലിയൊരു അനുഗ്രഹം കൂടിയാണ്. പലപ്പോഴും മരുന്നുകൾക്ക്, നമ്മളുടെ ജീവിതശൈലി രോഗങ്ങളുടെ മരുന്നുകൾക്ക് 30% മരുന്ന് വില കൂടുന്നത്, ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾക്ക്. അപ്പോൾ അത് നമ്മളെ ഇവിടുന്ന് സൗജന്യമായി കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ അത് ഞാനും എൻ്റെ ടീമും, ഞാൻ മാത്രമല്ലല്ലോ. അതാ ഞാൻ ചോദിക്കാൻ പോയത്. അപ്പോൾ അങ്ങ് എവിടെ ജോലി ചെയ്യുമ്പോഴും അങ്ങയോടൊപ്പം അർപ്പണ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ടീമുണ്ട്. അതെ, അതാണ് ശരിക്കും ആ ആശുപത്രിയുടെ വിജയം എന്ന് പറയുന്നത്. പരിമിതികളുടെ നടുവിലായിരിക്കും പലയിടത്തും അങ്ങ് എത്തിപ്പെടുന്നത്. പക്ഷേ അവിടെ നിന്ന് അങ്ങ് ട്രാൻസ്ഫർ ആയി പോകുമ്പോഴേക്കും അവിടെ എല്ലാം ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് പോകുന്നത്. ഇപ്പോൾ പാമ്പാടുംപാറയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പരിമിതിയുണ്ട്. ആ പരിമിതിയെല്ലാം പരിഹരിക്കപ്പെടും അല്ലേ? തീർച്ചയായും. കാരണം ഞങ്ങളുടെ ഇപ്പോൾ പുതിയൊരു ബിൽഡിംഗ് ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ട് 1 കോടി, ഏകദേശം 1.5 കോടിയോളം വിലമതിക്കുന്ന ബിൽഡിംഗ് വരുന്നുണ്ട്. അത് നാഷണൽ ക്വാളിറ്റിക്ക് അസസ്മെൻറ്റ് വരപ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങളോ അതനുസരിച്ചാണ് ആ ബിൽഡിങ്ങിൻ്റെ അടിസ്ഥാന സ്ട്രക്ചറുകൾ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതും അതിനോടനുബന്ധമായ സൗകര്യങ്ങൾ, അത് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തായ സൗകര്യങ്ങൾ ചെയ്തു തരും, ഉറപ്പായിട്ടും അത് ചെയ്തു തരും. അപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ ഞങ്ങൾക്ക് അതിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ ട്രെയിനിങ്, NQS-ആയിട്ട് ബന്ധപ്പെട്ട് ജീവനക്കാരെല്ലാം ട്രെയിൻ ചെയ്യണം. അപ്പോൾ ആ ട്രെയിനിങ്ങും അതേപോലെ തന്നെ ഞങ്ങൾക്ക് DMO ലെവലിലും DPM-ലെവലിലും എല്ലാ സൗകര്യങ്ങളും ഇടുക്കിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു NQS-ൻ്റെ ഒരു ട്രെയിനറും കൂടെ ഉണ്ട്, അദ്ദേഹം ഞങ്ങളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ജനങ്ങളായാലും, ഇവിടെ കച്ചവടക്കാരായാലും, വ്യാപാരി വ്യവസായികളായാലും, പ്ലാന്റേഴ്സ് ആയാലും എല്ലാം ഞങ്ങളെ, ബാങ്കുകളായാലും എല്ലാവരും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ക്ലബ്ബുകൾ, ഇപ്പോൾ ലയൺസ് ക്ലബ്, റോട്ടറി ക്ലബ് എല്ലാവരും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. സ്പോൺസർ ചെയ്ത് തരും, അവരോരോ ഇത് സ്പോൺസർ ചെയ്ത് തരും. പുതിയ കെട്ടിടം ഞങ്ങൾ അങ്ങനെ തന്നെ അതിനോടനുബന്ധ സൗകര്യങ്ങൾ, എല്ലാം ഗവൺമെൻറ് നമുക്ക് ആശ്രയിക്കാൻ ഒക്കില്ല, കുറച്ച് ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൂടെ വേണ്ടേ. അപ്പോൾ അത് ക്രൗഡ് ഫണ്ടിങ് ആ ഒരു രീതിയിൽ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാം ഗവൺമെൻറ് നമ്മൾ ആശ്രയിക്കാൻ അത്രത്തോളം ഒരു എന്താ പറയുന്ന ഒരു വികസിത സമൂഹം അല്ലല്ലോ നമ്മുടെ. തീർച്ചയായിട്ടും. അങ്ങയുടെ യാത്രകളും ശ്രദ്ധേയങ്ങളാണ്. ശബരിമല ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ആനമുടി ഉൾപ്പെടെയുള്ള ഇടുക്കി ജില്ലയിലെ ഹൈ റേഞ്ചസ് എല്ലാം തന്നെ അങ്ങ് കണ്ടിട്ടുണ്ട്, അങ്ങ് അത് അനുഭവിച്ചിട്ടുണ്ട്. ഈ ഗോത്ര സമൂഹങ്ങൾക്കിടയിലേക്ക് പോയിട്ടുണ്ട്. ഇതിനൊക്കെ എപ്പോൾ സമയം കിട്ടുന്നു? ഇതെങ്ങനെയാണ് അങ്ങ് ആസ്വദിക്കുന്നത്? പലപ്പോഴും എന്താ ഔദ്യോഗിക ജോലിയുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. ഇടമലക്കുടി അങ്ങനെയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. ഇത് പെട്ടിമുടി, പിന്നെ ഇവിടെ വരുന്നത് മറയൂർ, കാന്തല്ലൂർ മേഖലയിൽ കുറച്ച് കാലം അവിടെയും സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഔദ്യോഗിക ജോലിയുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ സുഹൃത്തുക്കളോ അപ്പോൾ ആ നാട്ടിൽ ആരെങ്കിലും പരിചയപ്പെടും, അപ്പോൾ അവരുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തുകയും അവർ വഴി ആ നാട്ടിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. കാരണം അവർ ചില സ്ഥലങ്ങൾ അവിടുത്തെ ആൾക്കാർക്ക് പോലും അറിയില്ലായിരിക്കും ഇങ്ങനൊരിതുണ്ടെന്ന്. അപ്പം അങ്ങനെ പോകാൻ കഴിയും. അത് പ്രധാനമായും പൗരാണികമായും ബന്ധമുള്ള സ്ഥലങ്ങളായിരിക്കും കൂടുതൽ. ഫോട്ടോഗ്രാഫിയോട് വലിയ കമ്പുണ്ടല്ലേ? ഫോട്ടോഗ്രാഫി ഏകദേശം പാലോട് ഞാനൊരു 2002 മുതൽ 2004 വരെ പാലോട് വർക്ക് ചെയ്തിരുന്നു. അവിടെ പാലോട് സാലി, അദ്ദേഹം അറിയപ്പെടുന്നൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ പേഷ്യൻ്റായിട്ട് വരികയും പിന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുകയും പിന്നെ അദ്ദേഹം വഴി ഞാൻ ഫോട്ടോഗ്രാഫിയിലും കൂടുതലും വൈൽഡ് ഫോട്ടോഗ്രാഫി അദ്ദേഹത്തിലൂടെ പോകാറുണ്ട്. അപൂർവം കുറച്ച് സമയങ്ങളിൽ സ്ഥിരം പോയിട്ടില്ല, എങ്കിലും അന്ന് വന്നൊരു ഇതായിരുന്നു. അന്ന് ഫോട്ടോഗ്രാഫിയുടെ കമ്പമായിരുന്നു. ഇപ്പം ജീവിതത്തിൽ നമ്മുടെ സമയക്കുറവ് മൂലം ഇപ്പം അധികം അതിലേക്ക് വ്യാപൃതനല്ല, എങ്കിലും ആഗ്രഹമുണ്ട്, ഇപ്പോഴും ആഗ്രഹമുണ്ട്. സാധാരണ ഫോട്ടോഗ്രാഫേഴ്സിന്റെ കയ്യിൽ കുറച്ച് ക്യാമറകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങയുടെ മുറിയിലേക്ക് വരുമ്പോഴേക്കും ക്യാമറകളുടെ ഒരു ലോകമാണ്. അല്ല, അതിൽ കുറച്ച് ഞാൻ ഉപയോഗിച്ച ക്യാമറ ഉണ്ട്. 4 ക്യാമറയുള്ള എൻ്റെ ക്യാമറ തന്നെയാണ്. ബാക്കിയെല്ലാം എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. പിന്നെ അച്ഛനും ഫോട്ടോഗ്രാഫി അറിയാവുന്ന ഒരാളായിരുന്നു, ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 ക്യാമറ ഉണ്ട്. ബാക്കിയെല്ലാം എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത് എൻ്റെ സുഹൃത്തുക്കളെ ഫോട്ടോഗ്രാഫീസ് തന്നതായിരുന്നു. അതുപോലെ തന്നെയാണ് റേഡിയോയോടുള്ള കമ്പം, ക്ലോക്കുകളോടുള്ള കമ്പം. അതെ, ക്ലോക്കുകൾ എനിക്ക് കുന്നംകുളത്തിൽ വേണുചേട്ടനുണ്ട്. അദ്ദേഹത്തിൻ്റെ വഴിയാണ് കുറച്ച് ഘടികാരങ്ങൾ അതായത് ലഭിക്കുന്നത്. അദ്ദേഹം വഴിയാണ് നന്നാക്കുന്നത്. പിന്നെ ഇവിടെ താഴെ തൂക്കുപാലത്തിൽ എബിസനുണ്ട്. ഇങ്ങനെ കുറച്ച് പേരെന്നെ സഹായിക്കുന്നുണ്ട് ക്ലോക്കുകളിൽ. അപ്പം നല്ല ക്ലോക്കുകളൊന്നും അവർ പറയും, സാർ ഇങ്ങനൊരു ക്ലോക്കുണ്ട്, താല്പര്യമുണ്ടോ? അങ്ങനെ ക്ലോക്കുകളുടെ കളക്ഷനും ഉണ്ട്. പക്ഷെ അത് കൂടുതൽ ഇന്ത്യൻ മെയ്ഡാണ്. കൂടുതൽ റിവെക്സ്, പിന്നെ ഹോട്ട അങ്ങനെയുള്ള ഇന്ത്യൻ കമ്പനികളാണ് കൂടുതലായിട്ടുള്ളത്.
മറ്റൊരു കാര്യമുള്ളത് അങ്ങേക്കൊരു പുസ്തക ശേഖരമുണ്ട്, അതോടൊപ്പം തന്നെ നല്ലൊരു വായനക്കാരനാണ് എന്നുള്ളത് കൂടിയാണ്. വായിക്കാറുണ്ട് സാധാരണ, പ്രത്യേകിച്ചും സാഹിത്യത്തിൽ കൂടുതലായിട്ടും നോവലുകളുണ്ട്, കഥ, ജീവചരിത്രങ്ങൾ വായിക്കാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക മുൻകാല ജീവിതം എങ്ങനെയായിരുന്നു മനുഷ്യൻ ചരിത്രം അത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാറുണ്ട്. കൂടുതലായിട്ട് ഓരോ നാട്ടിലും ആ നാട്ടിൻ്റെ പേരെങ്ങനെ വന്നു, ആ നാട്ടിൽ എങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം, അതെല്ലാം മനസ്സിലാക്കാറുണ്ട്. ഓരോ വിഭാഗം ആൾക്കാരുടെ ജീവിതം എന്തായിരുന്നു, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നമ്മുടെ സാധാരണ ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു, അങ്ങനെ ഇതെല്ലാം വായിക്കുന്ന നമ്മുടെ ഒരു മുൻ തലമുറയെ നമ്മൾ അറിയണമല്ലോ. അതോടൊപ്പം തന്നെ ലേഖനങ്ങളും എഴുതാറുണ്ട്. ലേഖനങ്ങൾ എഴുതാറുണ്ട്, ഇപ്പോൾ കുറവാണ്. ലേഖനങ്ങൾ എഴുതാറുണ്ട്. അതിൽ മനോജ് മാതിരപ്പള്ളി എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം വഴി ഒരു ബുക്ക് മഷിത്തണ്ട് എന്നൊരു ബുക്ക് ഇറങ്ങിയിരുന്നു. ആരോഗ്യ പദ്ധതികളും അങ്ങ് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലേ? അതെ, അത് ദീപിക പത്രത്തിലായിരുന്നു. ദീപിക പത്രത്തിൽ ഏകദേശം 3 വർഷത്തോളം ആഴ്ചതോറുമുള്ള ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടും വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങളുടെ സംശയങ്ങൾ, പനിയുമായിട്ട് ആ കാലങ്ങളിൽ അതായത് പനികൾ വരുമല്ലോ, അപ്പോൾ ആ പനികളുമായിട്ട് ബന്ധപ്പെട്ട് കോവിഡ്, അതേപോലെ തന്നെ ഏറെ ശ്രദ്ധേയമായിരുന്ന ഹൃദയാഘാതത്തെ കുറിച്ചിട്ട് അങ്ങനെ റിപ്പോർട്ടുകളല്ലേ? ഹൃദയാഘാതം ഞാൻ ഏകദേശം 8 വർഷത്തോളം ഹൃദ്രോഗ വിഭാഗത്തിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്വകാര്യ ആശുപത്രിയിൽ. അപ്പോൾ അന്ന് കിട്ടിയ എൻ്റെ അനുഭവങ്ങളും അന്നുള്ള എൻ്റെ ഗുരുക്കന്മാർ ഒരുപാട് പേര് എന്നെ സഹായിച്ചിരുന്നു. ഞാൻ ജൂനിയർ ഡോക്ടറായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്നത്. ആ അനുഭവങ്ങളെല്ലാം വരെ അപ്പം പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ ഇവിടെ അന്ന് ഹൃദ്രോഗം ചികിത്സിക്കുന്ന ആൾക്കാർ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ പരിചയ സമ്പത്ത് ഉപയോഗിച്ച് ഒരുപാട് പേര് എന്നെ കാണാൻ വരുമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു പരിചയം വെച്ച് ഞാൻ ലേഖനങ്ങളും എഴുതാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശബരിമലയൊക്കെ ഡ്യൂട്ടി ചെയ്യപ്പോൾ ഹൃദയാഘാതങ്ങളൊക്കെ ധാരാളം വരാറുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചും സഡൻ ഡെത്ത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം. പിന്നെ മരുന്നുകളുടെ കുറിപ്പ്, അതിൽ എക്സാമ്പിൾ മരുന്നുകളുടെ കുറിപ്പ് പോലും നമ്മളുടെ ID കാർഡിനകത്ത് അവർ മടക്കി വയ്ക്കുക. പലപ്പോഴും ബോധക്കേട് വന്ന് നമുക്കിത് കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഉപകാരമുണ്ട് ഡോക്ടർക്ക് ICUവിൽ. കാരണം രോഗി അബോധാവസ്ഥയിലാണ്, കൂടെ വരുന്ന ആൾക്ക് ഇയാളെപ്പറ്റി ഒന്നും അറിയില്ല, രോഗവിവരങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊരു കുറിപ്പ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ കഴിക്കുന്ന മരുന്നുകളും രോഗവിവരങ്ങളും എല്ലാം അറിയാനും പെട്ടെന്ന് തന്നെ അടുത്ത ലെവൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാനും കഴിയും. അപ്പം അങ്ങനെ അനുഭവങ്ങളുണ്ട് ഒരുപാട്. നിന്ന് പോയപ്പോൾ ആ ബുക്കിൽ ഇടുക്കിയിലുള്ള പ്രധാനപ്പെട്ട ടീച്ചർമാർ, എഴുത്തുകാർ, സാഹിത്യകാർ, നാടകകൃത്തുക്കൾ അവരെല്ലാം അവരുടേതായ ലേഖനങ്ങൾ എഴുതും. അതിൽ എനിക്കൊരു സ്ഥാനം, ചെറിയൊരു സ്ഥാനം അദ്ദേഹം തന്നിരുന്നു. അപ്പം ഞാൻ അതിൽ കറക്റ്റ് ചെയ്തിരുന്നു. കാരണം ഈ പാമ്പാടന്മാർ നിൽക്കുമ്പോൾ നമുക്കറിയാലോ റബ്ബർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് മാർക്കിസ് സാഹിബാണ്. അതേപോലെ തന്നെ ഏലവും കൊമേഴ്സ്യൽ പ്ലാന്റ് ചെയ്യുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് മാർക്കിസ് സാഹിബാണ്. അപ്പോൾ അത് പാമ്പാടന്മാരായിരുന്നു ആദ്യം വന്നിരുന്നത്. അപ്പോൾ അത് ആദ്യം മാർക്കിസ് സാഹിബിൻ്റെ ജീവിതം, പാമ്പാടന്മാർ എത്തുന്ന ചരിത്രം, പാമ്പാടന്മാരുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, പിന്നെ ഇവിടെ നിന്ന് അദ്ദേഹം പിന്നെ റബ്ബർ കൃഷിക്കായിട്ട് ഏന്തയാർ പോകുന്നത്, ഏന്തയാറിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, അത് മരണം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, ഇതെല്ലാം ഒരു പങ്ക്തിയായിട്ട് പല പല ലക്കങ്ങളിൽ എനിക്ക് എഴുതാൻ കഴിഞ്ഞു. അതൊരു ഭാഗ്യമായി കരുതുന്നു. മാത്രമല്ല അങ്ങ് സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നാടൊക്കെ വീട്, നാട്ടുകാരൊക്കെ വീട്ടുകാരെന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടല്ലേ? അതൊരു ഭാഗ്യമായി തന്നെ കരുതാം. കാരണം നമ്മളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. മറ്റ് വിഭാഗങ്ങളിൽ നിന്നുപരി നമ്മൾ എല്ലാ ദിവസവും ഇപ്പോഴും പുതിയ പുതിയ ആൾക്കാരെ ഓരോ ദിവസവും പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം 100 പേര് ഒപ്പി വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതെന്തായാലും അപരിചിതരായാലും 3-4 പേര് കാണും. ഞാനിപ്പോൾ സ്ഥിരമായ കാരണം എന്നിട്ട് പോലും ഇപ്പോഴും ഞാൻ ഇന്നും കാണുന്നുണ്ട് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട്. അതിൽ ചിലർ എന്ന് പറയുന്നത് നമ്മുടെ അതേ വൈബിൽ വരുന്ന ആൾക്കാർ, അതിൻ്റെ വേവ് ലെഞ്ച് വരുന്ന ആൾക്കാർ, അപ്പോൾ കുറച്ചുകൂടി നല്ല അടുപ്പമാകുന്നു. അപ്പോൾ അവർ പലപ്പോഴും പറയും, സാർ ഇങ്ങനെ താല്പര്യമുണ്ട്, സാർ വരെ എൻ്റെ നാട്ടിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട്, സാർ ഒരു അമ്പലമുണ്ട്, ഒരു പള്ളിയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു കെട്ടിടമുണ്ട്, അവിടെ വരാം, സാറിനെ അവിടെ ഒന്ന് കാണാം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ഒരാൾ, പഴയ കാലത്തെ ജീവിതം അറിയാവുന്ന ഒരാൾ അവിടെ ഉണ്ട്, നമുക്ക് അദ്ദേഹത്തെ കാണാം. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് പൊതുവേ സമയം കണ്ടെത്തും ഉറപ്പായിട്ടും. കാരണം സൗഹൃദങ്ങളാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലുത്. കാരണം മനുഷ്യൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ചെറിയ കാലയളവിനുള്ളിൽ ഡോക്ടറെ അടുത്ത് വരുന്ന എല്ലാവരും ഓരോരോ ബുദ്ധിമുട്ടുകളായിട്ട് വരും. അപ്പോൾ അത്രയും സ്ട്രെസ്സായിട്ട് വരപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്ക് എപ്പോഴും നമ്മളെ എന്താ പറയുക വളരെ യങ്ങായിട്ട് നമ്മുടെ മനസ്സിനൊരു കുളിർമയും. തീർച്ചയായിട്ടും അങ്ങയുടെ വീട്ടുവിശേഷങ്ങൾ ഭാര്യ ടീച്ചറാണ്, പക്ഷേ ഹൗസ് വൈഫായി ഇപ്പോൾ. ഹിമ ചന്ദ്രൻ. പിന്നെ 2 പെൺകുട്ടികളാണ്. മൂത്തവൾ 10ാം ക്ലാസ്സിലാണ്, ദീക്ഷ. ഇളയവൾ 4ാം ക്ലാസ്സിൽ, ദർശ. 2 പേരും ട്രിവാൻഡ്രത്താണ് പഠിക്കുന്നത്. സിനിമയിൽ നിന്ന് പാമ്പാടുംപാറയിലേക്കുള്ള ദൂരമല്ല, കാന്തല്ലൂരിൽ നിന്ന് മുണ്ടക്കയത്തേക്കുള്ള ദൂരവുമല്ല. ഇടുക്കിയിലെ എല്ലാ തലങ്ങളും എല്ലാ മലകളും കുന്നിൻ ചെരുവുകളും നന്നായി അറിയാവുന്ന ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട പ്രശാന്ത് ഡോക്ടർ, അങ്ങയുടെ പ്രവർത്തന മേഖലകൾ കൂടുതൽ പ്രോജ്വലമാകട്ടെ. എല്ലാവിധ ആശംസകളും.